വന്നത് കണ്ടില്ല. ഒന്ന് നിന്നേ. ജയിച്ചു എന്നായിരിക്കും മനസ്സിൽ. വനിതാ കമ്മീഷന് മുമ്പിൽ ചെല്ലുമ്പോ എന്താ നീ പറയാൻ പോകുന്നത്? നിന്നോടാ ചോദിച്ചത്. നിനക്കെന്താ നാവില്ലേ? ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ അതറിയാതെയാണോ നോട്ടീസ് ചാനലിന് ചോർത്തിയതും ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചതും? അച്ഛനടക്കം ആർക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? കമ്മീഷന്റെ മുമ്പിൽ വെച്ച് ഈ എന്നെ എങ്ങനെ നാറ്റിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ കമ്മീഷൻ എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും നല്ലതുപോലെ അറിയുന്നവള് തന്നെയാ ഞാൻ. അവിടെ സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്ന ഓരോ വാക്കിനും എന്തുമാത്രം വിലയുണ്ടാവുന്നും നന്നായിട്ട് തന്നെ എനിക്കറിയാം. പേടിപ്പിക്കൊന്നും വേണ്ട. നീ അങ്ങനെ പേടിക്കുന്നവനല്ല ഞാൻ. എനിക്ക് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടി. എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. നീ കമ്മീഷനിൽ എനിക്കെതിരെ മൊഴി കൊടുക്കരുത്. കാല് പിടിക്കുകയാണ് ഞാനെന്നൊന്നും വിചാരിക്കണ്ട. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷെ അതുപോലല്ല അച്ഛനും അമ്മയും. അവർക്ക് പരിചയക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ട് തല മുമ്പിട്ട് നിൽക്കാനുള്ള അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? കമ്മീഷനല്ല, ഇനി സുപ്രീം കോടതി നേരിട്ട് വന്ന് പറഞ്ഞാലും നിന്നോടൊപ്പം ജീവിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതാ. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ അതിൽ നിന്ന് മാറ്റാനൊന്നും ആർക്കും പറ്റില്ല. നിന്നോടൊപ്പം ജീവിച്ചേ പറ്റൂന്ന് പറയാൻ ഏത് നിയമത്തിന് കഴിയും? പിന്നെ ചെയ്യാവുന്നത് ഇപ്പൊ ചെയ്തതുപോലെ നാണം കെടുത്താവുന്നുള്ളതാണ്. അത് പറ്റുമായിരിക്കും. അത് വേണോ വേണ്ടോന്ന് നീ തീരുമാനിക്കും. ഒന്നുമല്ലേലും കുറെ കാലം ഉണ്ടു ഉറങ്ങി കഴിഞ്ഞ വീടല്ലേ ഇത്. അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്കും. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം.